വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ വേണുഗോപാലനിലേക്ക് പോകുന്നു. ശ്രീ വേണുഗോപാലൻ, ഇപ്പോൾ ശ്രീമതി സിജി സോജോ പറഞ്ഞതുപോലെ പ്രവാസി വോട്ടവകാശം നമുക്കിനി ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഈ പ്രവാസികൾക്ക് വോട്ടവകാശമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒന്നും ലഭിക്കാത്തത് എന്നൊരു ആരോപണം പ്രവാസി സമൂഹം പൊതുവെ ഉയർത്തുന്നുണ്ട്. വോട്ടവകാശം ഉണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥ ഗൾഫ് മേഖലയിലും അരങ്ങേറുമെന്ന് മുൻപ് നമ്മുടെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു പ്രവാസി പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ പ്രവാസി വോട്ടവകാശത്തിന് കേന്ദ്രം എല്ലാവിധ നടപടികളും കൈക്കൊണ്ടു. ഇനി മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ ഇവിടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞതിന് ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രവാസി സമൂഹത്തിൽ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഇവിടെയുള്ള സംഘടനകളൊന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. മിക്ക സംഘടനകളും ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എന്റെ ചോദ്യം സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതാണ്. സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പലരും നമ്മുടെ വീട്ടമ്മയായ സിജോവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വോട്ട് ബാങ്ക് ഓഫ് കോഴ്സ് അതൊരു വലിയൊരു ഘടകമാണ്. അത് എനിക്ക് തോന്നുന്നത് ഏത് സ്ഥലത്താണെങ്കിലും, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും വോട്ട് അവകാശം ഉള്ളത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നമുക്കൊരു നമ്മുടെ ഒരു വോയിസ് എന്തായാലും കേൾക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്രവാസി സമൂഹത്തിലുള്ളവർക്ക് വോട്ടവകാശം കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഇനി ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും നമുക്കതിന് നമ്മളുടെ കാര്യങ്ങൾ പറയാനും നമ്മൾക്കത് നേടിയെടുക്കാനുമുള്ള ഒരു അവസരം തീർച്ചയായും ലഭിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അതിലൂടെ നല്ല കാര്യങ്ങൾക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ആശംസിക്കാം. ശരി. ശ്രീ അഡ്വക്കേറ്റ് ഖലീൽ ഇബ്രാഹിം, ഈ പ്രവാസ മേഖലയിൽ നിരവധി മലയാളി സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തിളക്കമാർന്ന സംഭാവനകൾ അല്ലെങ്കിൽ തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറോണ സമയത്ത് പോലും സാമ്പത്തികവും ഭക്ഷണവും മരുന്നും വിമാന ടിക്കറ്റുമൊക്കെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ സംഘടനകൾ മത്സരിച്ച് പ്രവർത്തിച്ചു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്രയേറെ സംഘടനാ ശക്തിയും ഏകോപനവും ഒക്കെ ഉണ്ടെങ്കിലും പ്രവാസികൾക്ക് മാറി മാറി വരുന്ന സർക്കാരുകൾ വലിയ പരിഗണന നൽകാത്തത് പ്രവാസി സമൂഹം വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടാണെന്ന് ഒരാക്ഷേപമുണ്ട്. ഇപ്പോൾ ശ്രീ വേണുഗോപാലൻ വരെ ചൂണ്ടിക്കാണിച്ചത് അതാണ്. അതിലെത്ര കണ്ട് കഴമുണ്ടെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അഡ്വക്കേറ്റ് ഖലീൽ ഇബ്രാഹിം, എനിക്ക് തോന്നുന്നു താങ്കളുടെ ഓഡിയോ അവിടെ മ്യൂട്ടാണെന്ന് തോന്നുന്നു. സോറി. അതിനു മുമ്പ് പ്രിയ സുഹൃത്ത് സലീം പറഞ്ഞത് ഞാൻ ഒന്ന് തിരുത്തൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കോവിഡ് സമയത്ത് KMCC ഫ്ലൈറ്റ് ചാർജ് കൊള്ള ലാഭം അടിച്ചു. തികച്ചും തെറ്റാണ്. ഒരു കാരണവശാലും ശരിയല്ല. ഞാനടക്കം അതിന്റെ ഇൻചാർജ് എനിക്കായിരുന്നു. ദുബായ് KMCയുടെ ഫ്ലൈറ്റ് ചാർജിന്റെ ഇൻചാർജ് എനിക്കായിരുന്നു. ഞങ്ങള് ആ സമയത്ത് ഇവിടെ വന്ദേ ഭാരത് മിഷനിലടക്കം 1050 റംസ് പിന്നെ ടിക്കറ്റ് വിലയുള്ള സമയത്ത് ഞങ്ങള് 990 കൊടുത്തത്. ആ പ്രൈസ് ഞങ്ങൾ കുറച്ച് കൊടുത്തത് കൊണ്ട് മറ്റുള്ള സംഘടനകളെല്ലാം കുറച്ച് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് 1-2 വ്യക്തികൾ അവരുടെ പേഴ്സണൽ പേരിൽ റസലക്കിന്നൊക്കെ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ KMCന്റെ പേരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാവാം. അതിന് നടപടിയും എടുത്തിട്ടുണ്ട്. അത് തികച്ചും അത് വസ്തുത വിരുദ്ധമാണ്. കാര്യങ്ങൾ അറിയാതെ സംസാരിക്കാമെന്ന് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും പിന്നെ ഈ പ്രവാസി വോട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം GCC തന്നെ മൊത്തം 8.9 മില്യൺസ് ഇന്ത്യൻസ് ആണുള്ളത്. അത് അധികവും 90% പിന്നെ മലയാളികളാണ്. അപ്പൊ ഇത് ഏറ്റവും വലിയൊരു വോട്ട് ബാങ്ക് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇതിപ്പോ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇത് പ്രാബല്യത്തിലാക്കിയാൽ അവർക്ക് ഈ പ്രവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും വലിയ തലവേദനയായിട്ട് മാറും എന്നൊരു വസ്തുത ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവാസി വോട്ടിനെ ഇങ്ങനെ പിന്നെ നീട്ടിക്കൊണ്ട് പോകുന്നത്. ഒരു കാരണവശാലും പിന്നെ പെട്ടെന്ന് ഇതിന് ഒരു പ്രാബല്യത്തിൽ വരുത്താതെ ഈ കാരണം കൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. ശരി. അഡ്വക്കേറ്റ് സലീം ചോലമൂത്ത്, ഈ പ്രവാസി സമൂഹത്തിന് വോട്ടവകാശം യാഥാർത്ഥ്യമായാൽ നിലവിലുള്ള സമീപനത്തിൽ പ്രകടമായ വ്യത്യാസം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? നിലവിൽ പ്രവാസികളോട് സർക്കാർ കൈക്കൊള്ളുന്ന സമീപനത്തിൽ എങ്ങനെയാണ് മാറ്റം വരുത്താനാകുന്നത്? ഉദാഹരണത്തിന്, കാലങ്ങളായി പ്രവാസികൾ ഉന്നയിക്കുന്ന കുറേയേറെ ആവശ്യങ്ങളുണ്ടല്ലോ. വ്യവസായങ്ങൾ തുടങ്ങുന്നതിനായി സിംഗിൾ വിൻഡോ സൗകര്യം നടപ്പാക്കുക, പ്രവാസി പുനരധിവാസം ഉൾപ്പെടെയുള്ളവ, ഇതിലൊക്കെ അനുകൂലമായ സമീപനം, ഇതൊക്കെ ഈ ഒരു വോട്ടവകാശം സാധ്യമായാൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? നോക്കൂ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലിയാണ് വോട്ടവകാശം എന്ന് ഞാൻ കരുതുന്നില്ല. അതേസമയം പ്രവാസികൾ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, അല്ലെങ്കിൽ അതിന് കൃത്യമായ പരിഗണന നൽകാൻ വിവിധ സർക്കാരുകൾ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം വോട്ടവകാശം ലഭിക്കുന്നതിലൂടെ സംജാതമാകുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ.
അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് വോട്ടവകാശം അനിവാര്യമാണ്. തീർച്ചയായിട്ടും അത് അനുവദിച്ചു തരേണ്ടതാണ്. നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം കൂടിയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവാസം സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാടിന്റെ വിദേശ നാണ്യ നിധിയിലേക്ക് വലിയ തോതിലുള്ള ഒരു കനത്ത സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഗവൺമെന്റിന്, ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന് അത് വലിയ നേട്ടമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ആ നിലക്കുള്ള ഒരു പരിഗണന, മറ്റെല്ലാ പൗരന്മാർക്കും കൊടുക്കുന്ന പരിഗണന എല്ലാ അർത്ഥത്തിലും അർഹരായിട്ടുള്ള ആളുകളാണ് പ്രവാസികൾ. അത് ഇത്രയും കാലം നൽകിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതിലിപ്പോ നമ്മൾ ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഇതിലൂടെ കാണേണ്ട കാര്യമില്ല. പൊതുവെ പ്രവാസികൾ അല്ലെങ്കിൽ പ്രവാസി സംഘടനകളെല്ലാം ഇക്കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ് അവരുടെ നിലപാട് പരസ്യമായിട്ട് പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനോട് അനുകൂലമാണ് പൊതുവെ നിലപാട്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇത്രയും കാലമായിട്ടും പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ് സംഭവം. ഇപ്പോ നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതുകൊണ്ടാണ്. സത്യത്തിൽ അതല്ല അതിന്റെ സാഹചര്യം. സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഉൾപ്പെടെയുള്ള ഡോക്ടർ ഷംഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ പൊതു താല്പര്യ ഹർജി കൊടുത്തതുകൊണ്ടാണ് അതിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ. ശ്രീ സലീം ജോലമുത്ത്, അതിലൊരു ഇരട്ടത്താപ്പില്ലേ? കാരണം ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഭരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ശരിയല്ലാത്തത് കൊണ്ടാണ് ഇത് നടപ്പിലാവാത്തതെന്ന്. ഇപ്പോൾ അത് ശരിയായപ്പോൾ പറയുന്നു അത് സർക്കാരിന്റെ ഗുണമല്ല, അതൊരു വ്യവസായി കോടതിയിൽ മൂവ് ചെയ്തുകൊണ്ടാണെന്ന്. ആ ഒരു ഇരട്ടത്താപ്പ് ശരിയല്ല. അതല്ല ഇരട്ടത്താപ്പല്ല, അത് വസ്തുതയല്ലേ. അല്ല, ഇത്രയും നാളും നിങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇത്രയും നാളും പറഞ്ഞത് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ സമീപനം കൊണ്ടോ ആണ് ഇത് ശരിയാക്കാത്തതെന്നാണ്. അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? യാഥാർത്ഥ്യമല്ലേ 1947 അല്ല, ഇപ്പൊ പിന്നെ ശരിയാകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു അത് വ്യവസായിയുടെ കഴിവാണെന്ന്? വ്യവസായിയുടെ കഴിവല്ല ഞാൻ പറയുന്നത്. അല്ല, ഇപ്പൊ അങ്ങ് പറഞ്ഞതാണ് അത് കേന്ദ്ര സർക്കാരിന്റെ ഒന്നും കഴിവല്ല, അത് കോടതിയിൽ മൂവ് ചെയ്ത വ്യവസായിയുടെ കഴിവാണെന്ന്. ഇത് ഇത്രയും നാളും കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയമായിരുന്നില്ലേ? ഇത് ഈ കഴിഞ്ഞ വർഷം വരെ ഏപ്രിലിൽ സുപ്രീം കോടതി പരിഗണിക്കാനിരുന്ന ഒരു വിഷയമായിരുന്നില്ലേ? അതിനുശേഷം കോവിഡ് വരികയും കോടതിയിൽ അവധി ആയതുകൊണ്ടും നീണ്ടുപോവുകയായിരുന്നില്ലേ? ഇവിടെ എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തത് അല്ലെങ്കിൽ ചെയ്യാതിരുന്നത്? ഇപ്പോൾ അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി ഇനിയിപ്പോൾ എനിക്ക് അത് എപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്ന് അറിയില്ല, എങ്കിൽ പോലും ഇനി വലിയ കടമ്പകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കണ്ടേ? അല്ല, അങ്ങ് പറഞ്ഞോളൂ. ഞാനൊരു ഫാക്ച്വൽ എറർ വന്നപ്പോൾ ഇടപെട്ടതാണ്. ഞാൻ വിശദീകരിക്കാം. നോക്കൂ, ഈ സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജി വന്നതിന് ശേഷം നമ്മുടെ പാർലമെന്റിൽ രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാക്കി. പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ട് ഉണ്ടല്ലോ, അത് ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബില്ല് പാസ്സായി. പക്ഷേ രാജ്യസഭയിൽ പാസ്സായ ആ ബില്ല് പിന്നീട് ലോക്സഭയിൽ പാസ്സാക്കി നിയമമാക്കാൻ കഴിഞ്ഞില്ല. അത് BJP-യുടെയും ഭരണകക്ഷിയുടെയും ഒരു അലംഭാവം തന്നെയാണ്. കാരണം ആ പാർലമെന്റ് അവസാനിക്കുന്നത് വരെ, കാലാവധി തീരുന്നത് വരെ അത് ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. അപ്പൊ ലോക്സഭയിൽ പാസ്സാക്കിയത് ആരാണ് ശ്രീ സലീം? അതാണ് അവിടെ ഞാനൊന്ന് ഇടപെട്ടത്. പറഞ്ഞോളൂ ശ്രീ വേണുഗോപാലൻ. അല്ല, അദ്ദേഹം പറഞ്ഞോട്ടെ. ശ്രീ വേണുഗോപാൽ, താങ്കൾ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ അദ്ദേഹം പറഞ്ഞതിലെ വസ്തുതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ഷംഷീർ വയൽ അല്ല ആദ്യമായിട്ട് ഈ കേസിന് പോയത്. ഈ കേസ് അദ്ദേഹം പോകുന്നത് 2014 അതിനു മുമ്പ് തന്നെ 2 പൊതുതാൽപര്യ ഹർജി ഒരു UK-യിലുള്ള 2 സിറ്റിസൺസ് ഇതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. 2014 അദ്ദേഹം പെറ്റീഷൻ കൊടുക്കുന്നത്. അതിനുശേഷം 2014 നമ്മുടെ മോദി സർക്കാർ വന്നു എന്നും കൂടെ നിങ്ങൾ ഓർക്കണം. അത് ആദ്യത്തെ കാര്യം. അല്ലെ, അതിനുശേഷം വന്നിരിക്കുന്ന ഒരു കമ്മിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ കമ്മിറ്റി അതിന്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ചർച്ച നടത്തി എന്താണ് വേണ്ടതെന്നുള്ളത് തീരുമാനിച്ചു. ആ ചർച്ചയിൽ പങ്കെടുത്ത 6 ദേശീയ പാർട്ടികൾ ഇദ്ദേഹത്തിന്റെ പാർട്ടിയും കൂടി ഉണ്ട്. CPI ആയാലും CPM ഉണ്ട്. അവരെന്താണ് നിലപാട് എടുത്തത് എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കിടക്കുന്ന റിപ്പോർട്ടിലുണ്ട്. പ്രതികൂലമായ നിലപാടായിരുന്നു അന്നെടുത്തിരുന്നത്. അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തത്വത്തിൽ അതിനോട് അംഗീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിന്റെ പ്രായോഗികമായ പ്രയാസങ്ങൾ അതെന്താണെന്ന് അത് സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇടത് രാഷ്ട്രീയ പാർട്ടികളായിരുന്നു പ്രധാനമായിട്ടും അന്ന് അതിനെ എതിർത്തിരുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും എതിർത്തിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും എതിർത്തിട്ടില്ല. ഇല്ല, അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയാം. അതിനകത്ത് 6 ദേശീയ പാർട്ടികളെ ക്ഷണിച്ചതില് ബഹുജൻ സമാജ് പാർട്ടി അറ്റൻഡ് ചെയ്തില്ല. നാഷണൽ കോൺഗ്രസ് പാർട്ടി, അതായത് NCP ശരത് പവാറിനെ അറ്റൻഡ് ചെയ്തില്ല. ഇവര് രണ്ടുപേരും. പക്ഷേ ബഹുജൻ സമാജ് പാർട്ടി അവർ ലെറ്ററിലൂടെ അറിയിച്ചു അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPI CPM ഈ 2 പാർട്ടിയും കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷനും പ്രോക്സി വോട്ടിംഗ് അല്ലെങ്കിൽ നെറ്റ് വോട്ടിംഗ്, ഇലക്ട്രോണിക് വോട്ടിംഗ് അല്ലെങ്കിൽ മറ്റുള്ള പോസ്റ്റൽ ബാലറ്റ്, ഇത് 3ഉം അവരത് സ്വീകാര്യമല്ല എന്നാണ് അതിനകത്ത് വ്യക്തമായിരിക്കുന്നത്.
താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ ഇലക്ഷന്റെ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ആ റിപ്പോർട്ട് കിടപ്പുണ്ട്, ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിടപ്പുണ്ട്. അതിനകത്ത് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി മാത്രമാണ് പ്രോക്സി വോട്ടിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിങ്ങോ ഇലക്ട്രോണിക് ബാലറ്റോ രണ്ടിനും ഓപ്ഷൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. അതനുസരിച്ചിട്ടാണ് പ്രോക്സി വോട്ടിങ്ങിന് ബില്ല് കൊണ്ടുവന്നതും അത് ലോക്സഭയിൽ പാസ്സാക്കുകയും പിന്നെ അതിനുശേഷം രാജ്യസഭയിൽ അന്ന് ഭൂരിപക്ഷമില്ല, അതുകൊണ്ട് ലാപ്സായി പോവുകയും ചെയ്തു. ഇതാണ് അതിന്റെ കാര്യം. അല്ലാതെ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന ദേശീയ പാർട്ടികളിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി ഈ കാര്യത്തെ സമീപിച്ചത് ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയാണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോ പൊതുവെ ജനങ്ങൾക്ക് ഒരു ഇതുള്ളത് 2014 ശേഷം എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും പുതിയ 60 വർഷമായിട്ട് നടക്കാത്ത എന്ത് കാര്യം വന്നാലും ഇപ്പോൾ ഇത് നടക്കും, അല്ലെങ്കിൽ അതിനുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഈ വക ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രായോഗികമായിട്ടുള്ള പല തടസ്സങ്ങളുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം നമുക്കറിയാം നാട്ടിൽ ഈ ഇന്ത്യയിൽ 543 ലോക്സഭാ മണ്ഡലങ്ങൾ, ഏകദേശം 4000 ചില്ലാനോളം നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇത്രയും മണ്ഡലങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു രാജ്യത്ത്, അതും അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള, നമ്മൾ ചിന്തിക്കുമ്പോൾ കംപ്ലീറ്റ് ചിന്തിക്കണം. ഒരു രാജ്യങ്ങളെ മാത്രമല്ല, എല്ലാ രാജ്യത്തും നമ്മൾ ഈ വോട്ടിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ലോജിസ്റ്റിക് സപ്പോർട്ട് എത്രത്തോളം ആവശ്യം വരുമെന്നുള്ള കാര്യങ്ങൾ കൂടിയില്ല. അതിന്റെ ഒരു ഡിലേ ആണ് ഈ വന്നിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഇപ്പൊ തോന്നുന്നത് കാര്യങ്ങൾ വളരെ സ്പീഡായിട്ട് മുന്നോട്ട് പോയി. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ അതിനുവേണ്ടി ലാസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന സജഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ഇത് പരിഗണിക്കുന്നതിനിടയ്ക്ക് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജി റിട്ടയർഡായി പോവുകയും ചെയ്തിരുന്നു. പകരം വേറൊരു ജഡ്ജി വരുന്നതിന്റെ ഒരു കാലതാമസവും ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇത് നീണ്ടുപോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ സലീം ചൊലമുത്ത്, താങ്കൾ തുടർന്നോളൂ. ഇദ്ദേഹം ഈ വേണുനായർ പറഞ്ഞതില് വസ്തുതാപരമായ പെശകൾ, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഈ 12 കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ചോദിച്ചത് ഇലക്ഷൻ കമ്മീഷൻ. അത് ശരിയാണ്. അതില് BJPയും BSPയും ഒരേ അഭിപ്രായം, CPIയും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത്. അതുപോലെ CPIയും ഈ പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ് എന്നുള്ളത് അപ്രായോഗികമാണ് എന്നുള്ള നിർദ്ദേശമാണ് വെച്ചത്. നേരെ മറിച്ച് NCP ഈ ഇലക്ഷൻ കമ്മീഷന്റെ പ്രപ്പോസൽ അതേപടി അംഗീകരിക്കുകയാണ് ചെയ്തത്. അത് ഇദ്ദേഹം എവിടുന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തത്വത്തിൽ അത് അംഗീകരിക്കുക തന്നെ ചെയ്തത്. പക്ഷെ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് ഈ പോസ്റ്റൽ ബാലറ്റിംഗ്, ഈ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം, അത് ഇപ്പൊ പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നടപ്പിലാക്കുന്നുണ്ടല്ലോ. നടപ്പിലാക്കുമ്പോ ഗൾഫ് മേഖലയെ അവഗണിച്ചുകൊണ്ട് വളരെ ചുരുക്കം പ്രവാസികൾ മാത്രമുള്ള ചില രാജ്യങ്ങളെയാണ് സെലക്ട് ചെയ്തത്. അത് തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റിന് ഇതിൽ ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് ഞാൻ അങ്ങനെ കാണുന്നത്. കാരണം ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ പ്രവാസികൾ അധിവസിക്കുന്നത് ഗൾഫ് മേഖലയിലാണ്. അപ്പൊ ഈ ഗൾഫ് മേഖലയിൽ ഏതെങ്കിലും രാജ്യത്തായിരുന്നു അത് തുടങ്ങേണ്ടിയിരുന്നത്. അതിനൊരു ന്യായം പറയുന്നത് അത്തരം രാജ്യങ്ങളൊക്കെ അൺഡെമോക്രാറ്റിക് ആണെന്നുള്ളതാണ്. എന്തൊരു തെറ്റായ ധാരണയാണിത്. നമ്മളൊക്കെ എത്ര കാലമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഈ രാജ്യത്ത് ജീവിക്കുന്ന എത്രയോ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ അവരവരുടെ വോട്ടവകാശം ഈ രാജ്യത്ത് വിനിയോഗിക്കുന്നില്ലേ? നമുക്കറിയാമല്ലോ അത്. അപ്പൊ അത് കൃത്യമായിട്ട് അതാ ഞാൻ പറയുന്നത്, ഇതിലൊരു ഉദ്ദേശ ശുദ്ധിയുടെ പ്രശ്നമുണ്ട്. അത് ഈ വോട്ടവകാശം, പ്രത്യേകിച്ച് പ്രവാസി കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്രം ഭരിച്ചിട്ടുള്ള കക്ഷികൾക്കാണ്. അത് കോൺഗ്രസ് ആണ്, BJP ആണ്. ഈ രണ്ട് കക്ഷികളുമാണ് ഇതിൽ കൃത്യമായ നിലപാട്. അതെ, അതെന്തായാലും യാഥാർത്ഥ്യമാവാൻ പോവുകയാണല്ലോ. അപ്പോൾ കേവലം ഇതുപോലെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിന് അപ്പുറത്ത് പ്രവാസികൾ ഒരൊറ്റക്കെട്ടായി നിന്ന് ഒരു കൂട്ടായ ഒരു ആവശ്യം സാധിക്കുന്നു എന്നൊരു രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് അല്ലേ നടക്കേണ്ടത്? അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ശ്രീ വേണുഗോപാലൻ, താങ്കൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ താങ്കൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് താങ്കളുടെ പാർട്ടി പറഞ്ഞ അഭിപ്രായം, 6 പാർട്ടികളും പറഞ്ഞ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനത് ഇന്ന് വായിച്ച ആളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ വസ്തുതാപരമല്ലാത്ത ഒരു കാര്യമൊന്നുമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ പറഞ്ഞ എന്താ പറയേണ്ടത്, ഗൾഫിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടതെന്നുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഇത് ആദ്യം കേരളത്തിലുള്ളവരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് മിക്കവാറും ഈ രാഷ്ട്രീയ ചർച്ചകൾ വരുന്നത് മുഴുവൻ അങ്ങനെയാണ്. പ്രവാസികളെ സംബന്ധിച്ചൊരു നിയമം വരുമ്പോൾ ആ നിയമത്തിൽ എല്ലാവരും കരുതുന്നത് ഇതൊരു രാഷ്ട്രീയ കാരണം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ പ്രവാസികൾ, അത് മാത്രമല്ല കേരളീയരാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായിട്ട് കൂടുതൽ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തെയും കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഏത്
തീരുമാനത്തെയും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നത് ഓൾ ഇന്ത്യ ബേസിസിലാണ്. അപ്പൊ ഓൾ ഇന്ത്യ ബേസിസിൽ എത്ര ആൾക്കാരുണ്ട്, ഏത് രീതിയിൽ നടത്തണം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പിന്നെ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ജനാധിപത്യ സംവിധാനമുള്ള രാജ്യങ്ങളിൽ നമുക്ക് ആ രാജ്യങ്ങളിൽ വളരെ ഈസി ആയിട്ട് ഈ പ്രോസസ്സ് നടത്താനും കഴിയും. പക്ഷെ ജനാധിപത്യ സംവിധാനം ഇല്ലാത്ത രാജ്യങ്ങളിൽ നമുക്ക് എംബസികളിൽ ഇത്രയും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ UAE തന്നെ 34 ലക്ഷം ജനങ്ങളുണ്ട്, 34 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. ഈ 34 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് സംവിധാനം ഒരുക്കാന്ന് വെച്ചാൽ അതൊരു നിസ്സാര കാര്യമല്ല. അപ്പൊ അവർക്ക് അത് മുഴുവൻ കംപ്ലീറ്റ് ആലോചിച്ചും ഈ 34 ലക്ഷത്തിൽ എത്ര കേരളീയരുണ്ട് എന്നുള്ളത് അത് വേറെ വിഷയം. അപ്പൊ കേരളീയരെ പറ്റി മാത്രം കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ടാണ് അവർ പറഞ്ഞത് പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് ബാക്കിയുള്ള യൂറോപ്പ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നടത്തിയതിനു ശേഷം പിന്നീട് സാവധാനം അവർ മറ്റുള്ള ഈ രാജ്യത്തേക്ക് വരുന്നുള്ളൂ. അതിനർത്ഥം കംപ്ലീറ്റ് കേരള ഗൾഫിലുള്ള പ്രവാസികളെ മുഴുവൻ കംപ്ലീറ്റ് കേന്ദ്ര സർക്കാർ തഴഞ്ഞു എന്നുള്ളതല്ല. അത് നമ്മൾക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചാൽ കേരളീയരായിട്ട് ഗൾഫിലെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ എല്ലാ കാര്യത്തെയും രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി കാണുന്നതിന്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീമതി സിജി സോജോ, ഈ പ്രവാസികൾക്ക് വോട്ടവകാശം എന്നത് പ്രവാസി സമൂഹത്തിലെ വനിതകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ വരെ വനിതകൾക്ക് അർഹമായ പരിഗണന ലഭിക്കാത്തതിൻ്റെ പേരിൽ തലമുണ്ടനം ചെയ്ത് വരെ വനിതകൾ പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രവാസി വനിതകളെ എത്രമാത്രം ശാക്തീകരിക്കുന്നതാവും ഈ ഒരു വോട്ടവകാശം എന്നുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ താമസിക്കുന്നതിന്റെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വോട്ടിന്റെ ടൈമിൽ നമുക്ക് നാട്ടിൽ പോകാനോ നമ്മുടെ വോട്ടവകാശം രേഖപ്പെടുത്താനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. കാരണം പുരുഷന്മാർക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയേക്കും, പക്ഷെ ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ പോകാനോ വോട്ട് ചെയ്യാനോ സാധിക്കില്ല. കാരണം മക്കളുടെ ക്ലാസ്, അങ്ങനെ എക്സാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും വോട്ടവകാശം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിരുന്നാലും അതൊരു പൗരന്റെ അവകാശമാണ്. ആ അവകാശം അത് എവിടെ ഇരുന്നാലും നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം. എന്റേത് മാത്രമല്ല, ഈ പ്രവാസികളുടെ മുഴുവനായിട്ടുള്ള അഭിപ്രായം. നമുക്കറിയാം, പതിറ്റാണ്ടുകളായിട്ട് പ്രവാസിക്ക് വോട്ടവകാശം വേണമെന്ന് എല്ലാ സംഘടനകളും, പ്രവാസി സംഘടനകളും തലമുറയിട്ട് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊരു പ്രഷർ ഗ്രൂപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ നമ്മൾ ഒരു പ്രഷർ ഗ്രൂപ്പ് ആയാൽ മാത്രമേ നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾക്കിപ്പം നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വ്യക്തിയെ നമുക്ക് വോട്ട് ചെയ്ത് നമുക്ക് ജയിപ്പിക്കണമെങ്കിൽ തന്നെ നമുക്ക് വോട്ടവകാശം ലഭിച്ചാലേ പറ്റുകയുള്ളൂ. പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? കാരണം അങ്ങനെ ഒരു ഫോഴ്സ് ആവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ള പരിഗണന മാറി മാറി വരുന്ന സർക്കാരുകളിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന്? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം അതൊരു പൗരന്റെ അവകാശമാണ് വോട്ടവകാശം. അതെങ്ങനെ ഇത്രയും സാങ്കേതിക വിദ്യകളുള്ള നമ്മുടെ നാട്ടില് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുറ്റവിമുക്തമായിട്ട്? അതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല, ഒരു വീട്ടമ്മ എന്ന നിലയിലും ഒരു സാമൂഹിക പ്രവർത്തക എന്ന നിലയിലും മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ പൊതുവെ ഒരു സംശയമാണ്, സാധാരണ ഈ പ്രവാസ ലോകത്തെ വനിതകളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇതിനോടൊക്കെ എത്രമാത്രം താല്പര്യമാണ് അവർ വച്ച് പുലർത്തുന്നത്? ചിലപ്പോൾ നാട്ടിലുണ്ടെങ്കിൽ പോലും വോട്ട് ചെയ്യാൻ പോകാത്ത ചില പ്രവാസ വനിതകളുമുണ്ട്. കാര്യം കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എത്രമാത്രം പങ്കുവഹിക്കാനായിട്ടൊരു താല്പര്യം ഉണ്ട് അവർക്കൊക്കെ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോ സ്ത്രീകളാണെങ്കിലും എല്ലാത്തിലും മുൻപോട്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പുരുഷന്മാരുടെ ഒപ്പമോ അതിലേറെയോ ചെയ്യാൻ പറ്റും. കാരണം ഏതൊരു പുരുഷന്റെ പുറകിലും ഒരു സ്ത്രീ ഉള്ളതുപോലെ ഒരു സ്ത്രീയുടെ പുറകിലും ഒരു പുരുഷൻ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ പുറകിൽ നയിക്കാനും നമുക്ക് ആളുണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഒരു ലേഡീസ് സ്ഥാനാർത്ഥിയിലേക്ക് വരികയാണെങ്കിൽ. ശരി, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ വേണുഗോപാലിലേക്ക് പോകുന്നു. ശ്രീ വേണുഗോപാലൻ, ഈ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രകടന പത്രികയിൽ പ്രവാസി ക്ഷേമത്തിനും പരിഗണനയ്ക്കും അർഹമായ പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ടോ? അക്കാര്യത്തിൽ എനിക്ക് വളരെ നല്ലൊരു ഇതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്
ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ പ്രവാസികളുടെ കാര്യത്തിൽ എത്രത്തോളം അതിന് കൂടുതൽ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. അത് മെയിൻ കാരണം ഞാൻ പറഞ്ഞില്ല, ഈ വോട്ട് ബാങ്ക് ഇല്ലാത്തതിന്റെയാണ് മെയിൻ പ്രോബ്ലം. അപ്പൊ അത് വരുന്നതോടുകൂടി ആ കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ ഇതിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രവാസികളുടെ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും പ്രവാസികളുടെ ബുദ്ധിമുട്ടുകളെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് കേരളം ഭരിച്ചിരിക്കുന്നത്, കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത്. അപ്പൊ ഇത്രയും പ്രവാസികൾ കേരളത്തിലുള്ളപ്പോൾ, ഇത്രയും വർഷമായിട്ട് ഇടതും വലതും മാറി മാറി നമ്മുടെ കേരളത്തിൽ ഭരിച്ചപ്പോൾ എന്തുകൊണ്ട് ഇത്രയും പ്രവാസികൾക്ക് ജോലി തേടി മറ്റുള്ള നാട്ടിൽ പോയി ജീവിക്കേണ്ട ഗതി വരുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ് അല്ലെ? നമുക്ക് ഇവിടങ്ങനെയൊക്കെ എല്ലാവരും നമ്മുടെ സ്വന്തം വീടും നാടും എല്ലാം വിട്ടിട്ട് അവിടെ ഒരു തൊഴിൽ സ്ഥാപനങ്ങളോ ഒരു കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് വേറൊരു രാജ്യത്ത് പോയിട്ട് അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് പോയി ജോലി നോക്കേണ്ട അവസ്ഥ ഇന്നും തുടരുകയാണ്. എന്ന് തൊട്ടിട്ട് 70കളുടെ കാലഘട്ടം തൊട്ട് തുടങ്ങുന്ന പ്രതിഭാസമാണ്. അതിന് ഇതുവരെ ഒരു വ്യത്യാസം ഇവിടെ കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ മക്കളെ നാട്ടിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലും എന്ത് ബിരുദാനന്തര ബിരുദം കഴിഞ്ഞാലും ഇവരെല്ലാവരും അത് കഴിഞ്ഞോടുകൂടി വിദേശത്തേക്ക് പോവുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും പ്രവാസികൾക്ക് ഒരു വോട്ടവകാശം വരുവാണെങ്കിൽ തീർച്ചയായും നമ്മളെ പോലെ ആൾക്കാരുടെ ശബ്ദം നമുക്ക് സർക്കാരിന്റെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രമായിട്ട് പറയുന്നതല്ല, പക്ഷെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നമുക്ക് അവരോട് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും, അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ല, ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഈ ഒരു കൊറോണയുടെ ഒരു പശ്ചാത്തലത്തിലും അല്ലെങ്കിൽ സ്വദേശിവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിലുമൊക്കെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ. ഇവരുടെയൊക്കെ ഒരു പുനരധിവാസം സംബന്ധിച്ചൊക്കെ ചില കാര്യങ്ങൾ ഇവിടെ ബഡ്ജറ്റിലാണെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നു. പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് ഇവരുടെ ഈ ഒരു സ്കിൽസ് പരമാവധി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിനുള്ള ബാങ്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യും, മറ്റ് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കുറേയേറെ വാഗ്ദാനങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഗുണങ്ങൾ എത്ര പേർക്ക് ലഭിച്ചു എന്നോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ താങ്കൾക്കോ താങ്കളുടെ സഹപ്രവർത്തകർക്കോ ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ നാട്ടിൽ വന്ന വലിയൊരു വിഭാഗമുണ്ടല്ലോ, നിങ്ങളൊക്കെ അവരോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ്? എന്നോടാണോ ചോദ്യം? അതെ, താങ്കളോട് തന്നെയാണ്. ഇതില് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നായിട്ട് ധാരാളം സ്കീമുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ മുദ്രാ ലോൺ ആയാലും അങ്ങനെയുള്ള, അല്ലെങ്കിൽ MSME ചെറുകിട വ്യവസായം തുടങ്ങാനുള്ള ലോണായിട്ടും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന പദ്ധതികളാണ്. ഈ പദ്ധതികളിൽ ഒരുപാട് ചെറുപ്പക്കാർ വന്നിട്ട് അവിടെ നമ്മുടെ നാട്ടിൽ ജോലി നഷ്ടപ്പെട്ടു പോയിട്ട് നേരിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെ പോയിട്ട് നാട്ടിൽ ചില വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചോദ്യം അതല്ല. കേരളത്തിൽ ഇതുപോലെ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു വരുന്നവർക്ക് സർക്കാർ സഹായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ലോണോ അല്ലെങ്കിൽ സ്കീമോ ഒക്കെ എടുത്തിട്ട് അവർ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചാൽ ആ സ്വയം തൊഴിൽ നമുക്ക് അവിടെ അങ്ങനെ ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ അവിടെ കേരളത്തിലുണ്ടോ ഇന്നത്തെ സാഹചര്യത്തിൽ? അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ? നമുക്കറിയാം, ഇതിനു മുമ്പ് പോയിട്ടുള്ള പ്രവാസികൾ എത്രയോ വലിയ ഞാൻ ചെറിയ ആൾക്കാരുടെ കാര്യം വിടും, കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർ പോലും പോയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയാണ് അവിടെ. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ പറയുന്ന പദ്ധതികളെല്ലാം തന്നെ ഉണ്ടെങ്കിലും ഇപ്പൊ ഒരുപാട് മത്സ്യസമ്പദ യോജന പദ്ധതികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ലോണൊക്കെ കിട്ടുന്നുണ്ട്. എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾ നേരിട്ട് തുടങ്ങിയിട്ടുണ്ട് നാട്ടില്. അതുപോലെ തന്നെ മറ്റേ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്ന MSME സെക്ടറിൽ അതിനുവേണ്ടി ഒരുപാട് ലോൺ കിട്ടും. മുദ്രയുടെ ഭാഗമായിട്ട് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ കൊളാറ്ററൽ ഫ്രീ ആയിട്ട് നമുക്ക് ലോൺ കിട്ടും 10 ലക്ഷം രൂപ വരെ. അപ്പൊ അങ്ങനെയുള്ള പദ്ധതികളെല്ലാം ഉണ്ടെങ്കിലും ഈ പദ്ധതികൾ കൊണ്ട് നമ്മൾ നാട്ടിൽ തുടങ്ങാൻ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വന്നിട്ട് സ്വയം തൊഴിൽ ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കേണ്ടത് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരല്ലേ, അതല്ലേ നമ്മൾ നോക്കേണ്ടത്. ശരി. അഡ്വക്കേറ്റ് ഖലീൽ ഇബ്രാഹിം, ഈ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടിയാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും ഒരു പ്രവാസി എന്ന നിലയ്ക്ക് പ്രവാസികളെ അവഗണിച്ച പ്രവാസികൾ മൊത്തം ഈ സർക്കാരിന് എതിരായി തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുന്നതെന്ന് യാതൊരു സംശയമില്ല. കൂടാതെ നമ്മൾ പറഞ്ഞ പോലെ പല പദ്ധതികളും പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ, അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. രണ്ടാമതായി കോടിക്കണക്കിന് രൂപ കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്കും കൊടുത്തു, പരസ്യങ്ങളും മാധ്യമങ്ങളും അല്ലാണ്ട് ജനങ്ങൾക്ക് താഴെത്തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു പദ്ധതിയും എത്തിയിട്ടില്ല എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് ജനം എഴുതും, അത് നമുക്ക് അടുത്ത കാലത്ത് നമുക്ക് കണ്ടറിയാം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്.
പക്ഷെ അപ്പോഴും സർക്കാർ അവകാശപ്പെടുന്നത് അതൊന്നുമല്ല. കാരണം ഏറ്റവും കൂടുതൽ കരുതലോടെയാണ് ഈ ഒരു കെടുതിയുടെ കാലത്തും സർക്കാർ ജനങ്ങളെ സംരക്ഷിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഉറപ്പാണ് LDF എന്ന് ഈ സർക്കാർ അത്ര ഉറപ്പോടെ പറയുന്നത്. അപ്പോൾ അതിനെയും നമുക്ക് കാണാതിരിക്കാനാകില്ലല്ലോ. അതിനുള്ള മറുപടി എന്തെങ്കിലും ഉണ്ടോ? സർക്കാരിന് അവകാശം ഉന്നയിക്കാമല്ലോ, പക്ഷെ ജനങ്ങളാണല്ലോ മറുപടി പറയേണ്ടത്. ജനങ്ങൾക്കറിയാം, താഴത്തിൽ ജനങ്ങൾക്കറിയാം എന്താണ് അവർക്ക് സർക്കാരിന്റെ പദ്ധതികൾ, അല്ലെങ്കിൽ ഈ കോവിഡ് സമയത്ത് പ്രത്യേകിച്ചും പ്രവാസികൾക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ എന്താണ് കിട്ടിയത് എന്ന് ജനങ്ങൾക്കറിയാം. അപ്പൊ ജനങ്ങൾ വിധിയെഴുതും, സർക്കാർ സ്വാഭാവികമായിട്ടും അവകാശം ഉന്നയിക്കും, തുടർ ഭരണമെന്ന് പറയും. പക്ഷെ ജനങ്ങൾ വിധിയെഴുതും, തീർച്ചയായിട്ടും ഭരണമാറ്റം ഉണ്ടാവും തന്നെയാണ് എനിക്കിതിൽ പറയാനുള്ളത്. അല്ല, ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ നിരന്തരമായി സർക്കാരിനെതിരെ കുറേയേറെ ആരോപണങ്ങളൊക്കെ ഉയർത്തുമ്പോഴും സർക്കാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് പ്രതിപക്ഷം വിവാദങ്ങളുടെ പിറകെ പോകുമ്പോൾ ഈ സർക്കാർ വികസനത്തിന് പിറകെയാണ് പോകുന്നതെന്നാണ്. അതെന്തെങ്കിലും കഴമ്പുണ്ടോ? വികസനം നമ്മൾ കണ്ടതാണല്ലോ. എന്താണ് വികസനം എന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ 5 വർഷത്തിൽ കേരളത്തിൽ എന്താണ് വികസനം ഉണ്ടായത് നമുക്കറിയാം. ഇപ്പൊ മുമ്പ് പറഞ്ഞ ചർച്ച ചെയ്ത പോലെ തന്നെ നമ്മൾക്കിപ്പോ പ്രവാസികൾ നാട്ടിൽ പോയി ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങില്ല. അതിന്റെ ഒരു സാഹചര്യം ഉണ്ടോ? ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ? അവിടെ ഇല്ല. ശരി, അഡ്വക്കേറ്റ് സലീം ചുലമൂത്ത്, ഇനി വരുന്ന സർക്കാർ പ്രവാസികളോടുള്ള സമീപനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ് അങ്ങയ്ക്ക് നിർദ്ദേശിക്കാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. ഇപ്പോ നേരത്തെ ശ്രീ വേണു നായർ പറഞ്ഞതില് കേരളത്തിലാണ് കൂടുതൽ പ്രവാസികളുള്ളത്, അത് ഇടതും വലതും മാറി മാറി ഭരിച്ചത് കൊണ്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും 2014 BJP പിന്നെ ആദ്യമായിട്ട് രണ്ടാമത് കേന്ദ്ര ഭരണത്തിൽ വരുന്ന സമയത്ത് ശ്രീമാൻ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാ പ്രവാസി ഇന്ത്യക്കാരെയും ഈ അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം കേന്ദ്ര ഗവൺമെന്റ് BJP ഒരുക്കും എന്നാ പറഞ്ഞത്. ഇപ്പൊ 5 വർഷം കഴിഞ്ഞു, 7 വർഷമായി എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ല, അതിന്റെ ഓരോ പദ്ധതികളെ കൊണ്ടുവരുന്നുണ്ടല്ലോ. മുദ്ര സ്കീമൊക്കെ വളരെയേറെ പ്രവാസികൾക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കോടികൾ, ആയിരക്കണക്കിന് കോടി രൂപ മോഷ്ടിച്ച് വിദേശത്തേക്ക് കടന്നുപോയ ആളുകളെ പോലും നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയാത്ത ആളുകളാണ് അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഈ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ പ്രവാസികൾക്ക് ഈ സർക്കാരിൽ വിശ്വാസമുണ്ടോ എന്ന് തെളിയിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അല്ല ശ്രീ സലീം, ഇവിടെ ഇപ്പോ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് വരെ അടിച്ചുകൊണ്ട് പോകുന്നു, അതിനപ്പുറം ഒന്നും വരുന്നില്ലല്ലോ. അത് ശരി, ഞാൻ പറയാം. ഈ ക്ഷേമനിധിയും പെൻഷനും 2008 VS ഗവൺമെന്റ് ആരംഭിച്ചത്. 2008 മുതൽ 2016 വരെയുള്ള 8 വർഷക്കാലത്തിനിടയിൽ ആ ക്ഷേമനിധി പദ്ധതിയിൽ പങ്കാളികളായത് 1,10,000 പ്രവാസികളാണ്, മലയാളികളായിട്ടുള്ള ആളുകൾ. പക്ഷേ ഈ 2016 മുതൽ 2020 വരെയുള്ള 4 വർഷക്കാലം കൊണ്ട് അത് 5,80,000 വർദ്ധിച്ചു. അപ്പോ പ്രവാസി സമൂഹത്തിന് ഈ ഇടതുപക്ഷ സർക്കാരിൽ, പ്രത്യേകിച്ച് പിണറായി സർക്കാരിൽ വലിയ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാനിപ്പോ അങ്ങോട്ട് ചോദിച്ചതല്ല, ഇനി വരുന്ന സർക്കാർ, അതിപ്പോ പിണറായി സർക്കാരാണോ ഉമ്മൻചാണ്ടി സർക്കാരാണോ ഏത് സർക്കാരാണോ ആയിക്കോട്ടെ, ഈ വരുന്ന പ്രവാസികളോടുള്ള സമീപനം ഈ വരുന്ന സർക്കാർ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടോ, അതോ നിലവിൽ പോകുന്നത് പോലെ പോയോ മതിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഒരു പ്രവാസിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഞാൻ അങ്ങയോട് ഈ ചോദ്യം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പ്രവാസി ക്ഷേമനിധി പെൻഷൻ 1000 രൂപയുണ്ടായിരുന്നു, ഇപ്പൊ 3500 രൂപയാണ് വാങ്ങുന്നത്. അത് വർദ്ധിപ്പിച്ചത് അത് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രവാസികൾ അടയ്ക്കുന്ന ഒരു വിഹിതം അടയ്ക്കണമല്ലോ, അതിനുശേഷം 60 വയസ്സിന് ശേഷമാണല്ലോ കിട്ടുന്നത്. എല്ലാ ക്ഷേമനിധിയിലും വിഹിതം അടക്കണം, അതല്ലാതെ ക്ഷേമനിധി ഇല്ലല്ലോ. അല്ല, അത് വലിയൊരു നേട്ടമായി പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ. നേട്ടമാണ്. 1000 രൂപ കിട്ടിയിരുന്നത് 3500 രൂപയായത് നേട്ടമല്ലേ? അത് നേട്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രവാസികൾക്ക് ഒരു ഡിവിഡന്റ് നൽകുന്ന, കൃത്യമായ ലാഭവിഹിതം നൽകുന്ന ഒരു സർക്കാരിന്റെ ഗ്യാരണ്ടിയുള്ള ഒരു നിക്ഷേപ പദ്ധതി ഈ ഗവൺമെന്റാണ് കൊണ്ടുവന്നത്. 100 ആയിരക്കണക്കിന് ആളുകൾ വരുന്ന പ്രവാസികൾ അത് നിക്ഷേപിച്ചു കഴിഞ്ഞു. അതുപോലെ പ്രവാസികൾക്ക് നിയമസഹായം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഈ UAE എല്ലാ എമിറേറ്റുകളിലും പ്രവാസികൾക്ക് സൗജന്യമായിട്ട് നിയമസഹായത്തിന് ആവശ്യമായിട്ടുള്ള നിയമ ഉപദേശകരെ നിയമിച്ചു കഴിഞ്ഞവരെ ഇത് ഈ പാനലിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും അത് അറിയോ? ഇതാണ് ഞാൻ പറയുന്നത്. ശരി, ഞാൻ സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. എനിക്ക് പെട്ടെന്ന് ശ്രീമതി സിജി സോജോയിലേക്ക് പോകണം. ശ്രീമതി സിജി, ഈ സർക്കാരിന്റെ 5 വർഷങ്ങളിൽ വനിതകളോടുള്ള ഒരു സമീപനം അതെങ്ങനെയായിരുന്നു? അത്
അതിനെക്കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശബരിമല വിഷയത്തിലേക്ക് വരേണ്ടി വരും. കാരണം അത് ഒരാളുടെ മതവികാരത്തെ ഒരിക്കലും അത് ഏത് സർക്കാരായാൽ പോലും അത് വ്രണപ്പെടുത്താൻ പാടില്ല. അതൊരു ആരാണ് തുടക്കം കുറിച്ചത്? അതുകൊണ്ട് പറയൂ സഹോദരി, ആരാണ് ആ വിഷയം എങ്ങനെയാണ് വന്നത്? സംഘപരിവാറും BJP-യുമായിട്ട് ബന്ധമുള്ള ആളുകൾ സുപ്രീം കോടതി പൊതുതാൽപര്യ ഹർജി കൊടുത്ത് ആ വിധി വന്നപ്പോൾ അത് ശരിയായ വിധി സംഘപരിവാറും BJP അഡ്വക്കേറ്റ് സലീം, താങ്കൾ ഇവിടെ ഇരുന്നത് പറഞ്ഞാലും ഇവിടെ അന്നത്തെ ദേവസ്വം മന്ത്രി ഇവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചെയ്ത് തെറ്റായി പോയെന്ന്. വിശദീകരണ യോഗങ്ങൾ വീടാന്തരം കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചെയ്ത് തെറ്റായി പോയെന്ന്. താങ്കൾ ഇതൊന്നും അറിഞ്ഞില്ലേ? താങ്കളുടെ നേതാക്കളാണ് തുറന്നു പറഞ്ഞത്, തെറ്റേറ്റു പറഞ്ഞത്. എന്നിട്ട് താങ്കൾ പറയുന്നു ഇതൊന്നും അല്ല എന്ന്. തുടർന്നോളൂ ശ്രീമതി സിജി, തുടർന്നോളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഗതം ചെയ്തു. എന്നിട്ട് അല്ല, അവർ പറഞ്ഞോട്ടെ, ഇത് അവരുടെ സമയമാണ്. ദയവായി താങ്കൾ ശ്രീമതി സിജി പറഞ്ഞോളൂ. BJP-യും RSS-ഉം തകിടം പറഞ്ഞു. എന്നിട്ട് അതിനെ വൈകാരികമായിട്ട് ഉപയോഗപ്പെടുത്തി. അല്ല അഡ്വക്കേറ്റ് സലീം, ശ്രീമതി സിജി പറഞ്ഞോട്ടെ, അവരുടെ സമയമാണിത്. സിജി പറഞ്ഞോളൂ. തന്നെയാണ്, നമുക്കറിയാവുന്നതാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ ഒരിക്കലും ഒരു സ്ത്രീ കയറരുതെന്ന് ഒരു നിബന്ധനയും അവിടെ വെച്ചിട്ടില്ല. അത് നമുക്ക് കയറാൻ പറ്റും. അതൊരു 10 വയസ്സ് വരെയും അതിനുശേഷം ഒരു 50 വയസ്സിന് ശേഷവും. അതിനോടിടയ്ക്കുള്ള സ്ത്രീകൾക്ക് ആർക്കും തന്നെ പോകാൻ തന്നെ താല്പര്യമില്ല. പക്ഷെ ഒരു തള്ളി വിടുന്ന ഒരു അവസ്ഥയൊക്കെ ഞാൻ ഇതിൽ കണ്ടിരുന്നു. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അതൊക്കെ ശരിക്കും ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ മനസ്സിനെ നന്നായിട്ട് തന്നെ നോവിച്ചിട്ടുണ്ട്. കാരണം ഞാനൊരു അയ്യപ്പ ഭക്തയാണ്. അതിനോളം എനിക്ക് മുറിവ് അതൊന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് കൂടുതലും വളരെയധികം സങ്കടവും വിഷമവും തോന്നിയുള്ളൊരു സന്ദർഭം. ഇങ്ങനെയുള്ള പ്രിയപ്പെട്ട സഹോദരി, ഇങ്ങനെ വൈകാരികമായിട്ട് നമ്മൾ ഇത്രയും കുറെ കാര്യങ്ങൾ ഇപ്പൊ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പായതിനു ശേഷം ധാരാളം കണ്ടുപിടിക്കുകയാണ്. വെറും ഒരു ശരിയായ രീതിയല്ല. നമ്മൾ ഈ ചർച്ചയെ ആകെ അല്ല അഡ്വക്കേറ്റ് സലീം, ഇപ്പോൾ വനിതകളുടെ ഒരു മാനസികാവസ്ഥയെ കുറിച്ചാണ് അവർ പറഞ്ഞത്. അതിലിപ്പോ താങ്കൾക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഞാൻ അവരോട് ചോദിച്ചത് പോയ 5 വർഷങ്ങൾ ഈ സർക്കാർ എങ്ങനെയാണ് വനിതകളോടുള്ള ഒരു സമീപനം, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ്. ഇതിൽ താങ്കൾക്ക് എന്ത് റോളാണുള്ളത്? അവർ പറഞ്ഞോട്ടെ. അല്ല, അവർ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ ശ്രീമതി ശശി. എന്റെ മനസ്സിൽ തോന്നിയൊരു ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്. അല്ലാതെ ആരോടും വാദിക്കാനായിട്ടല്ല. അത് എന്നെ പോലെ എനിക്കെന്ന് മാത്രമല്ല എത്രയോ ആൾക്കാർ, എത്രയോ അമ്മമാര്, എത്രയോ മക്കൾ, എത്രയോ പേര് ഈ ഒരു വിഷയത്തിൽ വിഷമിക്കുന്നത്. എന്തുകൊണ്ട് പാർലമെന്റിൽ ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? അഡ്വക്കേറ്റ് സലീം, എന്തായാലും ചർച്ച അവസാനിപ്പിക്കാൻ സമയം. എന്തായാലും താങ്കൾക്ക് ഇപ്പോൾ വന്ന ഒരു വികാരം മനസ്സിലായി. പക്ഷേ എന്തുകൊണ്ടോ താങ്കളുടെ സർക്കാരിനും താങ്കളുടെ മുഖ്യമന്ത്രിക്കും അന്നത്തെ ദേവസ്വം മന്ത്രിക്കും തെറ്റാണ് പറ്റിയതെന്ന് മനസ്സിലായി. അവരത് ഏറ്റുപറയുകയും ചെയ്ത് ഇനി ഒരിക്കലും ഇതിന് മുതിരില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല അവിടെ നിന്ന് ആ ബോർഡ് വരെ എടുത്ത് മാറ്റിക്കഴിഞ്ഞു. ഇനി വനിതകളെ പ്രവേശിക്കുന്ന, അതായത് ഈ പറഞ്ഞ പ്രായപരിധിക്കുള്ളിലുള്ള വനിതകളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന് CPM-ഉം CPI-യും ഇടതുമുന്നണി ഒന്നാകെ തീരുമാനമെടുത്തു. താങ്കൾ ഒരുപക്ഷെ അതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ, പവേർഡ് ബൈ ചെറുതുരുത്തി എക്കോ ഗാർഡൻ, സെലിബ്രേറ്റഡ് ബൈ എക്സ്പേർട്ട് യുണൈറ്റഡ് മറൈൻ സർവീസസ്. തത്സമയ സംവാദം ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ മാന്യ അതിഥികൾക്കും നന്ദി, നമസ്തേ.